നമുക്കിന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്യൂർ ഗീ ഉണ്ടാക്കിയാലോ? വരും അതിനുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, പാലൊക്കെ തിളപ്പിച്ച് വരും. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ പാലട കെട്ടത്തില്ലേ, അപ്പോൾ അത് ഓരോ ദിവസം ഉള്ളത് ഇതുപോലെ കളക്ട് ചെയ്ത് അത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കേടാവേ. അത് അല്പസമയം ഒന്ന് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇളകി കിട്ടും. ഇനി നമുക്കതിനെ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണേ. മിക്സിയിൽ കറങ്ങുമ്പോൾ അല്പം തണുത്ത വെള്ളം കൂടി ഒഴിച്ചെടുക്കണേ. അപ്പോൾ കുറച്ചൊന്ന് അടിച്ച് കിട്ടുമ്പോൾ ഇതുപോലെ നമുക്ക് ബട്ടറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്നുകൂടി നമ്മൾ തണുത്ത വെള്ളം വെച്ച് നല്ലവണ്ണം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ആ പാലിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് മാറിക്കിട്ടും. ഇനി നമുക്കിതിനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ കറക്റ്റ് രീതിയിൽ വെന്ത പാകമായിട്ട് കിട്ടുവേ. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണേ. ഇത് കുറച്ച് സമയം ആകുമ്പോൾ തന്നെ ഇതുപോലെ നെയ്യ് ഇങ്ങനെ ഉരുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. യെല്ലോയിഷ് കളറായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കുമേ. നമുക്കിത് കിട്ടുന്ന ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കുക. എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ആ വൈറ്റായിട്ട് കിടക്കുന്നത് കണ്ടോ, അതെല്ലാം ഒരു ഇതുപോലെ ബ്രൗണിഷ് കളറായിട്ട് വരുന്നത് വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. പ്യുവർ ഗീയുടെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ഈ ഇറക്കുന്ന സമയത്ത് ചിലരൊക്കെ നമ്മുടെ തിങ്ങേൻ്റെ ഇലയൊക്കെ ഇട്ട് ഒന്ന് ഇറക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇറക്കാവുന്നതാണ്. പിന്നെ ആ ചുവടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതുപോലെ പതയൊക്കെ അമർന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം തണുത്ത ശേഷം നമുക്ക് ആവശ്യമുള്ള പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അരിപ്പ അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു തുണി ഉപയോഗിച്ച് മാറ്റുവാണെങ്കിൽ അല്പം പോലും വേസ്റ്റ് ആകാണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ വേസ്റ്റാണ്. ഇത് നമുക്ക് കളയാവുന്നതാണ്. താങ്ക് യു.